മീൻകാരൻ ചെമ്മീനരിയുടെ മോൻക്കും തങ്ങൾക്കോയുടെ മോൾക്കും എന്നുള്ള കല്യാണ കത്ത് ഉമ്മറപ്പടിയിൽ കണ്ടിട്ടാണ് നെല്ലിപ്പതിയിലെ ആൾക്കാരൊക്കെ അന്ന് എണീക്കുന്നത്. കത്ത് വായിച്ചതും ആ ദേശത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഞെട്ടി. അയൽവാസികളും മറ്റും തമ്മിൽ പറച്ചിലായി. എന്താ ഈ കേൾക്കുന്നത്? കോയത്തങ്ങളുടെ മോളെ അതും മീൻകാരൻ ചെമ്മീനരിന്റെ മോൻ കിട്ടുക, എന്താ ഇത്? ഉള്ളിലെ കള്ളി ആർക്കും അറിയില്ലല്ലോ. തങ്ങളാണെന്നുണ്ടെങ്കിലോ ആ നാട്ടിൽ പേര് കേട്ടൊരു മനുഷ്യൻ. നാട്ടിലെല്ലാവർക്കും വലിയ കാര്യ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവസാന തീരുമാനം എടുത്ത് അത് ഒത്തുതീർപ്പാക്കുന്നത് വരെ കോയത്തങ്ങളാ. അങ്ങനെയുള്ള തങ്ങളെ വീട്ടിലെ വലിയൊരു പ്രശ്നം വന്നപ്പോഴേ തീരുമാനം എടുക്കാനും കുറച്ചൊന്നല്ല തങ്ങൾ പെടാപ്പാട് പെട്ടത്. തങ്ങളുടെ മോൾക്കും അലിയുടെ മോൾക്കും വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. 5 or 6 വയസ്സിന്റെ മൂപ്പ് അലിയുടെ മോനാ. മീൻ വിൽക്കാൻ വരുമ്പോ അലിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ചെറുതിലെ ഈ മോന്. കൂട്ടുകുടുംബമായി താമസിക്കുന്ന തങ്ങളുടെ വീട്ടിലാണ് അന്ന് ഏറ്റവും കൂടുതൽ മീൻ വാങ്ങിക്കാത്ര. അങ്ങനെ എന്നും വാപ്പാന്റെ കൂടെ മീൻ കച്ചവടത്തിന് വന്നപ്പോ അലിയുടെ മോനോട് തങ്ങളുടെ മോൾക്ക് ഒരു ഇഷ്ടം തുടങ്ങി. അർഹതയില്ലാതെ കൈയെത്തിപ്പിടിക്കരുതെന്ന് അലിയുടെ മക്കളെ എപ്പോഴും പഠിപ്പിക്കും. അമ്മ അതിന് മോഹങ്ങളൊന്നും മോന്റെ മനസ്സിലുണ്ടായിരുന്നു. തന്റെ ഇഷ്ടം കടലാസിൽ എഴുതി ചുരുട്ടി മുഴക്കി കൂട്ടുകാരികളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അലിയുടെ മോൾക്ക് കൊടുക്കാൻ പറഞ്ഞു. മണിമാളികയിൽ ജീവിക്കുന്ന തങ്ങളുടെ മോള്. കത്ത് കയ്യിൽ കിട്ടിയത് വായിച്ചു നോക്കുമ്പോഴാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് തന്നെ ഇവൻ അറിയുന്നത്. മനസ്സിലൊരു കളങ്കവും ഇല്ലാത്ത അവന്റെ മനസ്സിൽ ആ കടലാസ് കത്ത് ഒരുപാട് മോഹങ്ങൾ നൽകി. ഇവര് തമ്മിലുള്ള ഇഷ്ടങ്ങൾ അങ്ങനെ വളർന്നു. ഈ മീൻകാരന് ചെമ്മീനരിന്ന് പേര് വരാൻ കാരണം തന്നെ മീൻ വിൽക്കാൻ വരുന്ന കൂട്ടത്തില് മൂപ്പന്റെ കയ്യിൽ എന്നും ഉണ്ടാവും ചെമ്മീനച്ചാറ്. മീൻ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് ആൾക്കാർ ചെമ്മീനച്ചാറാ വാങ്ങും. അത്രയും ടേസ്റ്റ് ആണത്ര ചെമ്മീനോടുള്ള അച്ചാറ്. കോയത്തങ്ങൾക്കും ഈ ചെമ്മീനച്ചാറ് വലിയ പ്രിയാണത്രേ. പറഞ്ഞു വന്നത് ഇപ്പം കല്യാണത്തിലേക്ക് ഇത്രയും പെട്ടെന്ന് എത്താൻ കാര്യം. കത്തിലെഴുതി തന്റെ ഇഷ്ടം അലിയുടെ മോനോട് പറഞ്ഞ പോലെ വാപ്പാനോട് മോള് ഒരു കത്തെഴുതി. ഞാനും അലിയുടെ മോനും തമ്മിൽ ഇഷ്ടത്തില്ല, കെട്ടിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇത് വായിച്ച് ഉറക്കമില്ലാത്ത കോയ ഇനി മറ്റു മാർഗമൊന്നുമില്ല, കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞ് കല്യാണം നടത്തി കൊടുത്ത്. പിന്നീട് എന്നും കോയാന്റെ വീട്ടിൽ ചെമ്മീനച്ചാറ് പതിവാ. അപ്പൊ നിങ്ങളും വേണമെങ്കിൽ ഓർഡർ ചെയ്തോ.